ഒരുമിച്ച് വരും. അഞ്ചെണ്ണൊക്കെ ഒരുമിച്ച് വരില്ല. നമ്മളൊന്നും ഉപദ്രവിക്കൊന്നുമില്ല. ഉപദ്രവിക്കുന്നില്ല. കുട്ടികളെ കണ്ടാ പേടിക്കൂല. ആനയൊക്കെ കണ്ടു കഴിഞ്ഞാല്. ഇവിടെ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓഹോ, അതും 220 പൾസർ. ഫ്രീക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ മദ്രാസ് പോയിരുന്നോ? എപ്പോ? മദ്രാസ് പോയി എടുത്ത ഫോട്ടോ അല്ലത്? എന്തിനാ പോയത്? ആരോ കൊണ്ടുപോയത് നിങ്ങളെ മദ്രാസിലേക്ക്? പോവോ? എന്തിന്? കൊള്ളാലോ. ആനപ്പിണ്ടം. ആന ഇഷ്ടം പോലെ റോഡിൽ മൊത്തം ആനപ്പിണ്ടം വന്നിട്ടൂടാ. ഇന്ന് നമ്മൾ മറ്റൊരു ഹിഡൻ സ്പോട്ട് കാണാൻ വേണ്ടി പോവാണ്. ഇതും ദേവർശാലയ്ക്ക് പരിസരത്തുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടുള്ള റൂട്ടൊക്കെ കുറച്ച് പരിക്കൻ റൂട്ടുകളൊക്കെ ഉണ്ടെന്നാണ്. അപ്പം അങ്ങോട്ട് നമ്മൾ ഹെവി വെഹിക്കിളൊന്നും എടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലൈറ്റ് വെഹിക്കിളൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. റോഡൊക്കെ മഴയൊക്കെ പെയ്തതിൻ്റെ ശേഷം കുറച്ച് പ്രോപ്പറായിട്ടുള്ള റോഡൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ സ്കിഡാവും മറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊക്കി വെക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാലം കുറഞ്ഞൊരു ബൈക്കൊക്കെ എടുത്തിട്ടാണ് പുറപ്പെടാം. അങ്ങനെ സാധാരണ പോലെ നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് ഉൾപ്രദേശത്തേക്ക് പോകുന്ന റോട്ടിലേക്ക് കടന്നു. ഇത് സ്പോട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദേവശാല പരിസരത്തുള്ള മറ്റൊരു റൂട്ട് തന്നെയാണ്. ഞാൻ വന്നിട്ടുള്ള റൂട്ട് തന്നെയാണ്. പക്ഷേ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അവിടെ നിന്നും തിരിഞ്ഞ് വേറെ റൂട്ടിലേക്ക് പോകാനുള്ളതാണ്. മഴ പെയ്യാതിരുന്നാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ പോക്ക് ക്യാൻസലാവാനും സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു അടിപൊളി റൂട്ടാണ്. നമ്മുടെ ക്യാമറൻ്റെ ഓഡിയോക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു ലൂസ് കോണ്ടാക്ട് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി. ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. നെക്സ്റ്റ് വീഡിയോ മുതൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. മനുഷ്യന്മാരധികം കാണാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ഇവിടെ. ഇങ്ങനെ ആരും ഉണ്ടാവില്ല. ഇതിലൂടെ ഇങ്ങനെ പോവാം. കോൺക്രീറ്റ് റോഡുകളാണ്. ആനപ്പിണ്ടം. ആന ഇഷ്ടം പോലെ റോഡിൽ മൊത്തം ആനപ്പിണ്ടം വന്നിട്ടൂടെ. നല്ല മണമുണ്ട്. ഇത് ആനക്കൊല്ലിയാണ് കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓട്ടോറിക്ഷ വരുന്നു. വഴിയൊന്നുമില്ല. ഓട്ടോറിക്ഷ എവിടുന്നാ വന്നത്? ഇവിടെ ഈ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ
എന്തിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്ലാന്റ് ഉണ്ട്. കാരണം ജനവാസങ്ങളില്ലാത്ത സ്ഥലത്താണ് അതുണ്ടാവുക. അപ്പോൾ ഇവിടെ ആ പ്ലാന്റാണ് ഉള്ളത്. നമ്മൾ വഴി അതിലൂടെ പോകണം. ഇതല്ല റൂട്ട്. നമുക്കിങ്ങനെ പോയിട്ട് അങ്ങനെ കടന്നിട്ട് അതുവഴി അങ്ങനെ പോകണം. ഇതെങ്ങോട്ടാണ് ഈ റോഡ് പോകുന്നതെന്ന് പോയി നോക്കാം ഫസ്റ്റ്. ഇത് വെറുതെ കുന്നിൻ്റെ മേലൊക്കെ തോന്നുന്നു. എന്താ ഉള്ളതെന്ന് അറിയണമല്ലോ. ഒന്നുമില്ലൊരു സീനറി മാത്രമുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനില്ല. ഇവിടെ നമുക്ക് തിരിക്കാം. വഴി ഇതല്ല. ഇതുവഴി പോവാം. ഞാൻ പോകുന്നത് ഇതുവഴി പോയി കഴിഞ്ഞാലൊരു ട്രൈബൽ കോളനിയൊക്കെ ഉണ്ട്, അത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതൊന്നും നമ്മൾ സാധാരണ എപ്പോഴും പോകുന്ന വഴിയൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് വഴി അറിയില്ല. അതാണ് ചെറിയൊരു കൺഫ്യൂഷൻ. പിന്നെ മൃഗങ്ങളെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. ആന കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തുള്ളതാണെങ്കിൽ ഇവിടെ കരടി, കടുവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്പോട്ട് ചെയ്യാറുണ്ട് ഈ സ്ഥലത്ത് വെച്ച്. പറയുന്നേക്കും കേൾക്കാറുണ്ട് പലരും. വഴികൾ കുറച്ച് കഠിനമാണ്. മീൻസ് മഴ പെയ്താൽ പോകാൻ പറ്റില്ല കേട്ടോ. ഈ റോഡൊന്നും മണ്ണാണ്. മഴ പെയ്ത് പരപ്പിലുള്ള മണ്ണായി കഴിഞ്ഞാൽ വണ്ടി എന്തായാലും ഇതിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ലൈറ്റ് വെഹിക്കിളൊക്കെ പറ്റുള്ളൂ. നമ്മൾ ഭാരം താങ്ങാൻ പറ്റാത്ത വണ്ടിയൊക്കെ എടുത്തത് വഴി വന്നു കഴിഞ്ഞാൽ പൊക്കി വെക്കേണ്ട സാധനങ്ങളുള്ളൂ. അപ്പോൾ ഈ ടൈമൊക്കെ ഇപ്പോൾ വേണമെച്ചാൽ പോവാം. കാരണം ഇപ്പോൾ മഴ കുറവാണ്, പിന്നെ മാത്രമല്ല നല്ല വെയിലുണ്ട്. അത് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. ബട്ട് അങ്ങോട്ടൊക്കെ നോക്കിയേ. പക്ഷെ അവിടെയൊക്കെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? അതിൻ്റെ ഉള്ളിലൊക്കെ കവുങ്ങൊക്കെ കാണാനുണ്ട്. കവുങ്ങ്, സിൽവർ റോക്ക് മരങ്ങൾ ഒക്കെ ഉണ്ട്. പശുക്കൾ മേയുന്നുണ്ട് ഒരുപാട്. പശുക്കളും ഉണ്ടാവും. പിന്നെ പശുക്കളെ മേയ്ക്കണ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു കുടയും ചൂടിയിരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരാളെ പോലും കാണാനില്ല അവിടെ എവിടെയും. അവിടെ ഒരു ഷെഡൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ കൗണ്ടൻ കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ മക്കൾസ്. ഇവർ വീടുകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്
പോകാം അല്ലേ? വീടൊക്കെ കാണാമല്ലോ? വീടൊക്കെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഇവരൊക്കെ സ്കൂൾ പോകുന്നല്ലേ? യൂണിഫോം കിട്ടണമല്ലോ. എവിടെ സ്കൂളിലൂടെ പോകണത് നീ? പേരില്ല സ്കൂളിന്. വേറെ അമ്മയാ? എൻ്റെ അമ്മയാ? അമ്മയാണത്? ആരാ അമ്മ? അമ്മ എന്താ ഭക്ഷണം കഴിക്കുക? അത് ശരി. എന്തൊക്കെ വിശേഷം? എന്താണ്? ഇതാണ് ഫുഡ് അല്ലേ? കഞ്ഞിയാ? കിഴങ്ങ്. കിഴങ്ങ്. ഇത് മീനൊക്കെ ഉണ്ടല്ലോ. ശരി. ഇത് ചുക്കുട്ടി. റേഷൻ കടയിൽ പോയിട്ട് വന്നപ്പോ പറിച്ചിട്ട് വന്നു. ഞാൻ ഓർത്ത് റേഷൻ കടയിൽ ചീര കൊടുക്കുമെന്ന്. ഇല്ല. എന്താ പേര്? കുഞ്ചമ്മ. ചേച്ചിന്റെ പേരെന്താ? റീന. ഞാൻ അവിടെ ജോലിക്ക് പോണ്. ജോലിക്ക് പോകണല്ലേ? വീട്ടിലിരിക്കുക? ശരി. എന്താ ഇനി ഒരാള് പേരെന്തായിരുന്നു? കുള്ളി. എന്നാ കഞ്ഞി കുടിച്ചോളി. ഇതാ ഇവിടെ ഒരു വീട്. ഇതാരെ വീട്? ഞങ്ങളെ വീടാ? കുറെ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആരാണെന്ന് പറഞ്ഞുതരൂ. പറഞ്ഞു. ആര്? ഏതിതോ? ഇതാ? ഇത് നിങ്ങളാ? ഓഹോ. കുഞ്ചിയമ്മ അല്ല കുള്ളി. ഇത് കൊള്ളി. ഇത് മകനാ? ഇത് ഭർത്താവ്. ഭർത്താവ് ഉണ്ടോ? പോ മരിച്ചുപോയി. പിന്നെ ഇവിടെ ഉള്ളതൊക്കെയോ? ഇത് ആങ്ങളെയാ? നിങ്ങള് മദ്രാസ് പോയിരുന്നോ? എപ്പോ? മദ്രാസ് പോയി എടുത്ത ഫോട്ടോ അല്ലത്? എന്തിനാ പോയത്? ആരോ കൊണ്ടുപോയത് നിങ്ങളെ മദ്രാസിലേക്ക്? നിങ്ങൾ പോവോ? എന്തിന്? ആ കൊള്ളാലോ. ആരൊക്കെ പോവാ? ആ അമ്മയും നിങ്ങളും അനിയത്തിയും തനിച്ചു പോവും? എങ്ങനെ പോവും? എവിടുന്ന പോവാ? ബസ് കയറിയിട്ട്? ആഹാ, വെരി ഗുഡ്. നല്ല കാര്യം. പോയിട്ട് കൊറേ ആയോ? ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ മദ്രാസില്? ശരി. അവിടെ താമസിച്ചിരുന്ന വീടൊക്കെ? അപ്പൊ അങ്ങനെ പോയതല്ലേ? അവിടെ പോയിട്ടില്ലേ? വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? വേറെ എവിടെ പോയി? ഇവിടെ പോയി. എറണാകുളം പോയി. എറണാകുളം പോയി. ശരി. അത് അനിയത്തിന്റെ കൂടെ തന്നെ പോയത്? ഇല്ല, അങ്ങനെ പോയില്ല. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് എങ്ങനെ അവിടെ താമസിക്ക? അവിടെ താമസിക്കാൻ അങ്ങനെ നമുക്ക് താമസിക്കില്ല. അവിടെ പോയിട്ട് വരും. അങ്ങനെ വണ്ടിയിൽ തന്നെ പോയിട്ട് വണ്ടിയിൽ തന്നെ വരും. എങ്ങനെ ട്രെയിനിൽ പോകുമോ? അത് ട്രെയിനിൽ ബസ്സിലൊക്കെ പോകും? കൊള്ളാം കേട്ടോ. അത് ഏതായാലും കലക്കി. ശരി. മൈസൂർ പോയി. മധുര, മൈസൂര്. ശരി. ഇതാരാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്? പാസ്റ്റർ. ശരി. കൂടെ ഉള്ളത് പാസ്റ്റർ ഫാമിലി ആയിരിക്കും, കുടുംബം. അവരവിടെ ചെന്നൈയിലുണ്ട്. ചെന്നൈയിലുണ്ട് അല്ലേ? പരിചയപ്പെട്ടപ്പോ അങ്ങനെ. പറയ് എന്തൊക്കെയാ? പറയ് എന്താ മിഠായി? നിങ്ങള് ഇവിടെ വേറെ ഏതൊക്കെ വീടുണ്ട്? കുറെ വീടുണ്ടോ? ശരി. ഞാൻ ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് കാണാം. ഇത് ഇവിടെ തന്നെ പഞ്ചായത്തിലുള്ള കൗണ്ടംകൊല്ലി എന്ന് പറഞ്ഞ ഒരു ട്രൈബൽ വില്ലേജാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ചിലവർ വീടൊക്കെ ഉണ്ടോ? വീടിന് സൈഡ് ചുമരൊന്നുമില്ല, ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഈ വീട് അടഞ്ഞു കിടക്കുന്നു, പൂട്ടിയിട്ടുണ്ട്. പറ, ഈ പേരൊക്കെ പറയടാ. കൃഷ്ണൻ, വിഘ്നേഷ്. അതാ ഇവിടെ അവിടെ ഒരു വീട്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ കുറേ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്കും നമ്മൾ കോമൺ ആയിട്ട് എല്ലാ കോളനികളിലും ട്രൈബൽ ഏരിയകളിലും കാണുന്ന പോലെ പണി തീരാത്ത കുറേ വീടുകളും പണി പാതിയിൽ നിൽക്കുന്ന കുറേ വീടുകളും ഒക്കെ ആയിട്ട് ഇവിടെ കുറേ പേര് താമസിക്കുന്നുണ്ട്. ഹലോ.
ഈ ഒരു വീട് പണി പൂർത്തിയാക്കി കൊടുത്തിട്ടുള്ള വീടാണ്. ഇതിൻ്റെ ഇവിടെ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓഹോ, അതും 220 പൾസർ. അപ്പോൾ ഫ്രീക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ അപ്പുറത്ത് അവിടെ ഒരു വീട്. അതെന്താ ചേച്ചി ആ വീട് ഇങ്ങനെ പ്ലാസ്റ്റിക് ആയിട്ട് മറച്ച ഇങ്ങനെ ഭിത്തിയൊന്നുമില്ല? അതെന്താ? അടുക്കള ഉണ്ടാക്കിക്കുക. അപ്പോൾ അവർക്ക് വേറെ വീടുണ്ടോ? ആ, വേറെ വീടുണ്ടല്ലേ. അത് ശരി. നിങ്ങളെല്ലാവരും ഇങ്ങനെ ജോലിക്ക് പോണാ? എന്ത് കൂലിപ്പണിക്ക് പോകും? ആ, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലേ? ആ, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. എവിടെ സ്കൂളിൽ പോവാ? തൊട്ടടുത്ത് സ്കൂളുണ്ടോ? ആ, ശരി. ഇവിടെ ആനയൊക്കെ വരുമോ? എപ്പോ വരും? രാത്രി ആയി വരും. ഇവിടെ മുറ്റത്തൊക്കെ വരുമോ? റോട്ടും കൂടെ തന്നെ പോവും. കണ്ടിട്ടുണ്ടോ ആനെ? ഇഷ്ടംപോലെ പ്രാവശ്യം. 5-6 ഒരുമിച്ച് വരില്ല. നമ്മളൊന്നും ഉപദ്രവിക്കൊന്നുമില്ല. ഉപദ്രവിക്കുന്നില്ല. കുട്ടികളെ കണ്ടാൽ പേടിക്കൂല? ആനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളൊന്നും പുറത്തു വിടാൻ പാടില്ല വൈകുന്നേരം കഴിഞ്ഞാൽ. വേറെ എന്തെങ്കിലും ആനിമൽസ് വരുമോ? വേറെ അങ്ങനൊന്നും വരില്ല. ആ, രാത്രിയിലുണ്ടാവില്ലേ? രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല. അതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അല്ലേ? അങ്ങോട്ടൊക്കെ വീടുകളുണ്ടല്ലോ അല്ലേ? ഇവിടെ മൊത്തം എത്ര ഫാമിലി താമസിക്കുന്നുണ്ട്? മൊത്തം ആ, ശരി. ഇതുപോലെ വേറെയും കോളനി തൊട്ടടുത്തുണ്ടാവും അല്ലേ? അവിടെ എല്ലാം ചേർത്തി 120 ഫാമിലി. നിങ്ങളെ കുട്ടിയാണോ? പേരക്കുട്ടി. ഹായ്. ശരി, അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അല്ലേ? അരി ഒക്കെ കിട്ടുമോ? റേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുമല്ലേ? ഹായ്. കൗതുകത്തിൽ നോക്കണം നമ്മളെ. ഇവിടെ കണ്ട ഒരു വീട് പ്ലാസ്റ്റിക് കൊണ്ട് മറച്ചാണ്. അപ്പോൾ അത് എക്സ്ട്രാ അവർ കെട്ടിയിട്ടുള്ളതാണ് അത്ര. ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ കുറേ ഫാമിലികളൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെയാണുള്ളത്. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാം. കാരണം അവിടെ കുളിയൊക്കെ ആളൊക്കെ ഉണ്ട്. നമ്മൾ പോകണ്ട. കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കൃഷി ചെയ്യണമെന്ന് തോന്നുന്നു. അതിരൊക്കെ ഉണ്ട് ഇവിടെ. വെയിൽ. ഇത് നിൻ്റെ സ്ഥലം, ഇത് എൻ്റെ സ്ഥലം. അങ്ങനെ കണ്ണാടി നോക്കുന്നുണ്ടോ? അതെ, എല്ലാവർക്കും ഉണ്ട്. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ഇത് ഞാനെ കൊണ്ടുവരാം. കിട്ടിയില്ലേ? എന്താ കൊട്ടി ഇനി എടാ മോള് കഴിക്കോ? തൊണ്ടയ്ക്ക് കൊടുക്കണ്ട. ചേച്ചി ഒന്ന് കഴിക്കും. ഒരു കൗണ്ടംകൊല്ലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാനിപ്പോൾ വന്ന വഴിയല്ലാതെ അങ്ങോട്ട് മെയിൻ റോഡ് വഴി വേറെ റൂട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ഏരിയയിൽ കൂടെ വന്നതാണ്. ആ ഏരിയ നല്ല സീനിക്കായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ എനിക്കറിയാം ഇവിടെ ഇങ്ങനെ ഒരു കുട്ടികളൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചില്ലാതെ കൂടുതൽ ഫാമിലിയൊക്കെ ഉണ്ട് ഇവിടെ. ഏകദേശം 150 ഫാമിലിയോ അല്ല 120 ഫാമിലിയോളം ഇവിടെ താമസിക്കുന്നുണ്ട് അത്ര. പക്ഷേ ഇവിടെ മാത്രമായിട്ടല്ല, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കണം ഈ കോളനി. പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ താഴേക്ക് അവിടെ കൂടെ ഒക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാം ചേർന്ന് 120ഓളം ഫാമിലികളോട് ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ കൗണ്ടംകൊല്ലി. കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ഇവിടെ. ഇവരൊക്കെ സ്കൂൾ പോകുന്നുണ്ട്. എല്ലാവരും സ്കൂൾ പോകണല്ലേ? സ്കൂൾ പോകണ്ടല്ലോ അല്ലേ? പഠിക്കുമോ? അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് കൃഷി നശിപ്പിക്കൂലേ? അവിടെ എന്താ കാവല് നിൽക്കും? രാത്രിയൊക്കെ ആന വന്ന് ഓടിച്ചു വിടും. എന്നിട്ട് എവിടെ കൊണ്ടുപോയിട്ടാണ് കൊലയൊക്കെ വിൽക്കുക? ഇവിടെ വന്ന് ആൾക്കാർ വന്ന് മേടിക്കുക? അവർ കറക്റ്റ് പൈസയൊക്കെ തരുമോ? അത് നിങ്ങൾ ഒരു സ്ഥലത്ത് വിൽക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് അതിൻ്റെ വിലയൊക്കെ അന്വേഷിച്ചിട്ടാണോ കൊടുക്കുക, അതോ വരുന്നവർക്ക് തന്നെ കൊടുക്കുമോ? അന്വേഷിച്ചിട്ട് കൊടുക്കും. അത് ചെയ്യണം. കൗണ്ടംകൊല്ലിയിൽ നമുക്ക് ചെറിയൊരു ഭീഷണിയായി. നമ്മുടെ ക്യാമറ ഖറാബായി. ബാറ്ററി ഭയങ്കര ഹീറ്റാവുക, ഓഫായി പോവുക. കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ മറ്റേ സ്പെയർ ബാറ്ററിയും കൂടെ ഉണ്ട്. അത് ഇട്ടു, ബട്ട് അതിട്ടിട്ടും സെറ്റാവണില്ല. അതിലും ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോവാണ്. ശരി, ഓക്കെ. നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ നമുക്ക് വിശദമായിട്ട് ചെയ്യാൻ പോകുന്ന കുറേ സ്ഥലങ്ങൾ ഉണ്ട്. ബട്ട്
നമ്മുടെ ടെക്നിക്കൽ ഡിഫക്റ്റ് കാരണം ഞാൻ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം കാണാം. ബൈ ബൈ.